കൊച്ചിയിൽ പോലീസുകാരനെ ഭീഷണിപ്പെടുത്തി SI പണം തട്ടി. SI പോലീസുകാരനെ ഭീഷണിപ്പെടുത്തിയ പാലാരിവട്ടം സ്റ്റേഷനിലെ SI KK ബിജുവിനെതിരെ കേസെടുത്തു. സ്പായിലെത്തി മാല മോഷ്ടിച്ചു എന്ന് പറഞ്ഞാണ് CPOയെ ഭീഷണിപ്പെടുത്തിയത്. 4 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. സ്പാ നടത്തുന്ന യുവതിയടക്കം 3 പേർ കേസിലെ പ്രതികളാണ്. സജോ ദേവസിയ, SI CPOയുടെ പണം അടിച്ചു മാറ്റിയ ഇതെന്താ സംഭവം? സജോ, ഗുഡ് മോർണിംഗ്. ഡോക്ടർ അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നു എന്നൊക്കെ കേട്ടില്ലേ? യഥാർത്ഥത്തിൽ ആ പ്രയോഗം അന്വർത്ഥമാക്കും വിധമാണ് ഈ സംഭവം അരങ്ങേറിയത്. അതായത് ഈ CPO, പരാതിക്കാരനായ CPO ഒരു സ്പായിൽ പോകുന്നു, അതിനുശേഷം പുറത്തേക്ക് പോകുന്നു. അതിന് പിന്നാലെ അവിടുത്തെ ജീവനക്കാരി ഈ CPOയെ വിളിച്ചു പറയുന്നു, തന്റെ മാല കാണുന്നില്ല, അത് താങ്കൾ എടുത്തുകൊണ്ടുപോയി എന്നതാണ് തന്റെ ആക്ഷേപം, പരാതി എന്ന് പറയുന്നു. തുടർച്ചയായി ഈ ജീവനക്കാരി പിന്നീട് ഈ CPOയെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്റെ മാല കാണാതെ പോയി, താങ്കൾ അത് എടുത്തുകൊണ്ടുപോയതാണ് മനഃപൂർവ്വം എന്ന പരാതിയായി ഉന്നയിക്കുന്നു. പക്ഷെ അതൊരു ആസൂത്രണമാണ് എന്ന് പിന്നീടാണ് വ്യക്തമായത്. ഈ പരാതിയിൽ SI KK ബിജു ഇടപെടുന്നു. പിന്നാലെ അത് പ്രശ്നമാകുമെന്ന് പറയുന്നു. സ്പായിൽ പോയതിൻ്റെ തെളിവുകളുണ്ട്, അതൊക്കെ മറ്റുള്ളവർ അറിയും, വീട്ടുകാരറിയും, ഭാര്യ ഉൾപ്പെടെ അറിയും എന്നൊക്കെ പറയുന്നു. അതൊരു ട്രാപ്പാണ്, കെണിയാണെന്ന് പിന്നീടാണ് മനസ്സിലായത് എന്നാണ് ഈ പരാതിയിലെ ആരോപണം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ പരാതി നൽകുന്നു. അതിൽ അന്വേഷണം നടത്തിയപ്പോഴാണ് ഇത് സംബന്ധിച്ച ഒരു ആശയവിനിമയം ഈ സ്പായിലെ ജീവനക്കാരികളടക്കം ഇതിൽ പ്രതികളാണ്. അങ്ങനെ പ്രതി ചേർത്തുകൊണ്ടാണ് കേസ് എടുത്തിരിക്കുന്നത്. അതായത് ഈ കാര്യത്തിൽ ഒരു ആസൂത്രിതമായി 4 ലക്ഷം രൂപയോളം പിന്നീട് ഇതിന്റെ പേരിൽ വാങ്ങിച്ചെടുത്തു എന്നാണ് CPOയുടെ പരാതിയിൽ പറയുന്നത്. അതിൽ ഈ പല ദൃശ്യങ്ങളും മറ്റും പരിശോധിച്ചപ്പോൾ, ഫോൺ റെക്കോർഡുകളും മറ്റും പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ കഴമ്പുണ്ട്, ഈ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. അതിൽ ഇങ്ങനെ 4 ലക്ഷം രൂപയോളം ഇങ്ങനെ ആസൂത്രിതമായി ട്രാപ്പിൽപ്പെടുത്തി വാങ്ങിച്ചെടുത്തു എന്നാണ് ഈ പരാതിയിലെ ആരോപണം. അതിനനുഗുണമായ തെളിവുകളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇത് നല്ല കഥയാണ്. അതിൽ വാദിയും പ്രതിയും പോലീസായി വരുന്ന ഒരു അപൂർവ കേസ് കൂടിയാണ്. സജോ, ഒരു സംശയം, ഇതിലൊരു ഹണി ട്രാപ്പിന്റെ സ്വഭാവം ഉണ്ടോ സജോ? ഡോക്ടർ അരുൺകുമാർ, അതായത് ആ നിലയ്ക്ക്, അതായത് സ്പായിൽ പോയത് പുറത്തേക്ക് വിവരം പറയും എന്തടക്കമുള്ള കാര്യങ്ങൾ, അത് പിന്നീട് ബുദ്ധിമുട്ടാകും, താങ്കൾക്ക് ബുദ്ധിമുട്ടാകും എന്ന് SI അടക്കം പറഞ്ഞു എന്നാണ് CPO ആരോപിക്കുന്ന ഒരു കാര്യം. അതായത് ഹണി ട്രാപ്പിന്റെ ഒരു സ്വഭാവം വേണമെങ്കിൽ ഈ കാര്യത്തിൽ ആരോപിക്കാം. അത്തരം അതായത് നേരത്തെ ആദ്യം ഒരു മോഷണ ആരോപണം CPOയ്ക്ക് നേരെ ഉന്നയിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. അങ്ങനെ ഒരു മോഷണ ആരോപണം വരുമ്പോൾ സ്വാഭാവികമായും അത് ഇന്ന സ്ഥലത്ത് പോയതുകൊണ്ടാണ്, അവിടെ നിന്നൊരു യുവതിയാണ് ഇങ്ങനെ പരാതി ഉന്നയിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പോകുമല്ലോ. അപ്പോൾ ഹണി ട്രാപ്പിന്റെ ഒരു സ്വഭാവം ഈ കേസിനുണ്ട്. പക്ഷെ ഹണി ട്രാപ്പ് എന്ന നിലയ്ക്കല്ല ഈ കേസിന് ഇപ്പോൾ പോലീസ് കാണുന്നത്. പക്ഷെ അതിൽ ട്രാപ്പിൽ പെടുത്തി ഒരർത്ഥത്തിൽ ഹണി ട്രാപ്പ് എന്ന് വിളിച്ചാലും അത് തെറ്റാവുകയില്ല. ഡോക്ടർ, ഓക്കെ, എന്താ ചെയ്യുന്ന ആലോചിക്കുക. താങ്ക് യു സജു. SIയുടെ പേരെന്താണെന്നറിയോ? KK ബിജു. ഈ SIയും നടത്തിയ നമ്മുടെ യുവതിയും ഒക്കെ കൂടി ഒരു ഗുരുക്കാണ് നമ്മുടെ CPOയ്ക്ക് ഇട്ട് കൊടുത്തത്. എന്തായാലും ഇത് വളരെ മോശമായി പോയി. മാത്രമല്ല, ഈ സ്പായി പോയി എന്ന് ഭാര്യ അറിഞ്ഞാൽ എന്താ കുഴപ്പം? അതുപോലെ കുഴപ്പം, സ്പാ കുഴപ്പമുള്ളപ്പോൾ അറിയില്ല. പക്ഷേ ചില സ്പാകളെ കുറിച്ച് അങ്ങനെ ചിലത് കേൾക്കുന്നുണ്ട്, എല്ലാത്തിടത്തും ഉണ്ടാവുമല്ലോ. പക്ഷെ അങ്ങനെയുള്ള എന്തെങ്കിലും അല്ല, ഈ സ്പായിലെ ലേഡി എന്തിനാണ് മാല ഊരി വയ്ക്കുന്നത്? സ്പായും മാലയും എന്തൊക്കെയോ ഉണ്ട് അല്ലേ? എന്തായാലും അതിനൊരു ഹണി ട്രാപ്പിന്റെ സ്വഭാവമുണ്ട് എന്നാണ് പറഞ്ഞത്. ആരാണ് കക്ഷി? SI ആണ്. ആരുടെയാണ് പൈസ അടിച്ചു മാറ്റിയത്? CPOയുടെ. നല്ല SI അല്ലേ? KK ബിജു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എന്തായാലും യുവതി അടക്കം 3 പേർ ഈ കേസിലെ പ്രതികളാണ് എന്നാണ് അറിയുന്നത്. നല്ല രീതിയിൽ സ്പായൊക്കെ നടത്തിക്കൊണ്ടുപോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട് കേട്ടോ, പാവപ്പെട്ട മനുഷ്യർ, ആയുർവേദ സ്പാ നടത്തുന്ന മനുഷ്യരുണ്ട്. ടൂറിസം മേഖലയിലൊക്കെ ഒരു വരുമാനമാണ്. പക്ഷേ ഇതിൻ്റെ മറവിൽ മറ്റു പല പരിപാടികളും നടത്തുന്ന ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കുക.